ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡിലീഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാണ്, അതായത് ഹെഡിനെയാണ് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊരു ഡിലീഷൻ ആയാലും അതിൻ്റെ ഹെഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ഹെഡ് ഈസ് ഈക്വൽ ടു നൾ ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണെന്ന് പറഞ്ഞിട്ട് അത് എക്സിറ്റ് ചെയ്യാം. ഇനി വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നോഡാണല്ലോ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നോഡാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ നോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ ഡ്രോ ചെയ്യാം. ഇവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 നോഡാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഫസ്റ്റ് നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഹെഡിന് ചേഞ്ച് വരരുത് അല്ലേ. ഇപ്പോൾ ഈ ഹെഡ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 20ലേക്കോ 30ലേക്കോ പിന്നെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു വേരിയബിൾ വെച്ചിട്ട് ഹെഡിനെ അസൈൻ ചെയ്തു. PTR ഈസ് ഈക്വൽ ടു ഹെഡ്. ദെൻ ഹെഡിനെ ഇതാണല്ലോ, അപ്പോൾ ഇത് PTR ആണ്. ഹെഡിനെ നമ്മൾ PTR നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതിൻ്റെ അഡ്രസ്സാണ് ഉള്ളത്, ഇതിൻ്റെ അല്ലേ. സോ ഹെഡ് ഈസ് ഈക്വൽ ടു PTR നെക്സ്റ്റ്. ഇപ്പോൾ ഹെഡ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഹെഡ് ഒന്ന് മുമ്പോട്ട് വെച്ചു. സോ ഇതിപ്പോൾ PTRും ഇത് ഹെഡും ആയി. ഓക്കെ, അപ്പോൾ ഹെഡിന് നമ്മൾ ഹെഡ് മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ PTR. സോ നമ്മൾ പറഞ്ഞു പ്രിൻറ്റ്, അതായത് ഡിലീറ്റഡ് നോഡ് എന്ന് പറയുന്നത് പ്രിൻറ്റിൻ്റെ ഡാറ്റയാണ്. അതായത് ഇതാണ് ഡിലീറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തു. അതിനുശേഷം ഫ്രീ PTR ഓർ റിട്ടേൺ PTR. ഫ്രീ PTR മീൻസ് ഇത് സിയിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഫങ്ഷനാണ് ഫ്രീ PTR. അതല്ലെങ്കിൽ ഗെറ്റ് നോഡ്, മെമ്മറിയിൽ നിന്നും ഒരു നോഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഫ്രീ മെമ്മറി സ്പേസിലേക്ക് നമ്മുടെ ഈ മെമ്മറിയെ റിട്ടേൺ ചെയ്യാനാണ് റിട്ടേൺ നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ നോഡ് PTR. ഇപ്പം നമ്മളിതങ്ങ് റിട്ടേൺ ചെയ്തു. സോ ഇത് നോർമൽ ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റായിട്ട് വന്നു. ഇനി വീണ്ടും, അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തേ, ഇനി വീണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിലോ ഹെഡ് നള്ളാണെന്ന് നോക്കും. അല്ല, PTR എന്താക്കി, ഹെഡാക്കി വെച്ചു. അപ്പോൾ ഇത് PTR ആണ്. നെക്സ്റ്റ് ഹെഡ് ഈസ് ഈക്വൽ ടു PTR നെക്സ്റ്റ്. അപ്പോൾ ഹെഡ് ആരായി, നെക്സ്റ്റ് നോഡായി. സോ ഇതിനെ നമ്മൾ ഇനി ഫ്രീ ആക്കും. ഡിലീറ്റഡ് നോഡ് 20 ആണെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് ഫ്രീ ആക്കും. സോ ഇതിപ്പോൾ ഹെഡ് ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു നോഡേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ വീണ്ടും ഈ ലിങ്ക്ഡ് ലിസ്റ്റ് കോൾ ചെയ്യാണ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഹെഡിനാളാണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ PTR ഹെഡാക്കി. അപ്പോൾ ഇത് PTR ആണ്, ഇത് നമ്മുടെ PTR ആണ്. നെക്സ്റ്റ് ഹെഡ് ഈസ് ഈക്വൽ ടു PTR നെക്സ്റ്റ്. ഹെഡ് എന്താക്കി വെച്ചു, PTR നെക്സ്റ്റ് ഇവിടെ നള്ളല്ലേ, നള്ളാണ്. സോ ഇപ്പോൾ ഹെഡിനകത്ത് എന്താണോ ഉള്ളത്, നള്ളാണുള്ളത്. ഹെഡ് ഇപ്പോൾ എന്തായി, നള്ളായി. കാരണം ഹെഡ് ഈസ് ഈക്വൽ ടു PTR നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷനിൽ ഒരു അഡ്രസ്സ് ആയിരുന്നെങ്കിൽ ആ നോഡിലേക്ക് മൂവ് ചെയ്യായിരുന്നു, പക്ഷേ ഇവിടെ നള്ളാണ്. സോ ഹെഡ് നള്ളായി. ഡിലീറ്റഡ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഈ 30 ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഹെഡ് എന്തായി, ഇപ്പോൾ നള്ളായി. ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇത് എക്സിറ്റ് ആകും. ഇതാണ് ഡിലീഷൻ ഫ്രം ഫ്രണ്ട് ഇൻ എ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്.